ഹലോ, എല്ലാവർക്കും ശ്രീദേവി കമ്പിളി ന്യൂസിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബ്യൂട്ടി ടിപ്സിൻ്റെ തന്നെ വീഡിയോ ആണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്കിൻ കൂടുതലായിട്ട് പ്രായമൊക്കെ തോന്നിക്കാണ്ടിരിക്കാൻ വേണ്ടിയുള്ള ഒരു പാക്കാണ്. അപ്പോൾ അത് നമുക്ക് സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റിയതാണ്. ഡെയിലി നമുക്കത് ചെയ്യാം. അപ്പോൾ നമുക്ക് നമ്മുടെ മുഖത്തിൻ്റെ പ്രായം കുറേയൊക്കെ നമുക്കത് മാറ്റാൻ പറ്റും. പ്രത്യേകിച്ച് നമ്മുടെ ചുളിവുകളൊക്കെ ഉണ്ടാവുമല്ലോ മുഖത്ത്, നെറ്റിക്കും നമ്മുടെ താടിയുടെ അവിടെയൊക്കെ ഉണ്ടാവും ഈ ചുളിവ്. അപ്പോൾ അതൊക്കെ മാറ്റാനായിട്ടുള്ള ഒരു പാക്കാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിൽ കിട്ടുന്ന സാധനങ്ങളൊക്കെ കൊണ്ട് തന്നെ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാം. അപ്പോൾ വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് കമൻ്റൊക്കെ ചെയ്തിട്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം. പിന്നെ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്കിനി വീഡിയോയിലോട്ട് പോവാം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നല്ലൊരു പാക്കാണ്. അപ്പോൾ നമ്മുടെ മുഖത്തിൻ്റെ ചുളിവൊക്കെ മാറി പ്രായമൊക്കെ നല്ല കുറച്ച് തോന്നുന്ന ഒരു പാക്കാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 4-5 സ്പൂൺ നമ്മൾ ഓട്സ് എടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ ഫ്ലാക്സ് സീഡാണ്. അപ്പം അതും ഞാനൊരു 4 സ്പൂൺ എടുക്കുന്നുണ്ട്. നമ്മൾ ഓട്സ് എത്ര എടുക്കുന്നുണ്ട് അത്രയും തന്നെ ഫ്ലാക്സ് സീഡ് എടുക്കുക. പിന്നെ നമുക്കതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് അരിപ്പൊടിയാണ്. അരിപ്പൊടി ഒരു 3 സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സിയിൽ ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ അത് രണ്ടും കൂടി നമ്മളിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഫ്ലാക്സ് സീഡ് നമ്മുടെ മുഖത്തിൻ്റെ ചുളിവൊക്കെ പോകാനായിട്ട് ഏറ്റവും നല്ലൊരിതാണ്. പിന്നെ ഓട്സും അരിപ്പൊടിയും എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ നമ്മളിങ്ങനെ പാക്ക് ഉണ്ടാക്കി വെക്കണം എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ പെട്ടെന്ന് നമുക്ക് എടുത്ത് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ എൻ്റെ തീർന്നിരിക്കുക. അപ്പോൾ നമ്മളിതിങ്ങനെ ഒരു പേപ്പറിലോട്ട് ആദ്യം ഇട്ട് വെക്കുക. എന്താണെന്ന് വെച്ചാൽ ചൂടോടെ നമുക്ക് ടിന്നിലിട്ട് അടച്ച് വെക്കരുത്. അപ്പം ആവശ്യമുള്ള അനുസരിച്ച് നമുക്കെടുക്കുക. അപ്പോൾ ഇതിൽ നിന്ന് ഞാനൊരു 2 സ്പൂൺ എടുക്കുന്നുണ്ട്. പിന്നെ എടുക്കുന്നത് നമ്മുടെ ആൽപ്സിൻ്റെ ഇതിൽ ബീറ്റ്റൂട്ട്. അത് ബീറ്റ്റൂട്ടിൻ്റെ നിങ്ങളുടെ കയ്യിൽ ബീറ്റ്റൂട്ട് ഈ പൊടിയില്ല ബീറ്റ്റൂട്ട് ഉണ്ടെങ്കിൽ ബീറ്റ്റൂട്ട് ഒരു കഷ്ണം അരച്ച് എടുത്തേച്ചാൽ മതി. പിന്നെ നമുക്കിതിൻ്റെ പൗഡർ കുറച്ച് ആവശ്യമുണ്ട്. ബീറ്റ്റൂട്ടിൻ്റെ വളരെ നല്ലതാണ് നമ്മുടെ ഫേസിലൊക്കെ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അത് ഞാൻ 1 സ്പൂൺ നമ്മുടെ ബീറ്റ്റൂട്ടിൻ്റെ പൗഡർ കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് തൈരാണ്. അപ്പോൾ ഇത് നമുക്ക് എല്ലാ ദിവസവും നമുക്കിത് ചെയ്ത് കൊടുക്കാം. മുഖം നല്ല ചുളുക്കൊക്കെ നമ്മുടെ മുഖത്തൊക്കെ ഉണ്ട്, അതൊക്കെ മാറി നമുക്ക് പ്രായം കുറവ് തോന്നും ഈ പാക്ക് ഇട്ട് കഴിഞ്ഞാൽ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. വേറെ ഒരു സാധനവും നമ്മളിതിൽ ചേർക്കുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫ്ലാക്സ് സീഡും ഓട്സും അരിപ്പൊടിയും ഒന്ന് പൊടിച്ച് വെച്ചേക്കുക. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് തൈര് പെട്ടെന്ന് ആഡ് ചെയ്യാം. ബീറ്റ്റൂട്ട് പൊടിയുള്ളവരാണെങ്കിൽ അത് ആഡ് ചെയ്യുക. അതല്ലെങ്കിൽ ബീറ്റ്റൂട്ടിൻ്റെ ഒരു ചെറിയ കഷ്ണം മിക്സിയിൽ നിങ്ങൾ അടിച്ചെടുത്താൽ മതി. നല്ലൊരു റിസൾട്ടാണ്. ദിവസവും നിങ്ങൾക്കിത് ഇട്ടും കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ പാക്ക് ഒന്നിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പാക്കൊക്കെ എല്ലാവരും കണ്ടല്ലോ. നമ്മുടെ പിന്നെ ഓട്സിൻ്റെ പൊടി, അരിപ്പൊടി, ഫ്ലാക്സ് സീഡ് ഇതെല്ലാം കൂടി നമ്മൾ കുറച്ച് പൊടിച്ച് വെച്ചേക്കുക. അപ്പം പിന്നെ നമുക്ക് എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ അതിലോട്ട് കുറച്ച് തൈര് ആഡ് ചെയ്താൽ മതി നമുക്ക്. അപ്പം
പിന്നെ ബീറ്റ്റൂട്ടിൻ്റെ പൗഡറും. ബീറ്റ്റൂട്ടിൻ്റെ പൗഡർ ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള എടുത്തിട്ട് നന്നായിട്ട് അരച്ച് അരിക്കൊന്നും വേണ്ട കേട്ടോ, നന്നായിട്ട് അരച്ചിട്ട് ഈ പാക്കിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് അങ്ങോട്ട് മുഖത്ത് പുരട്ടി കൊടുക്കുക. അപ്പോൾ ഇത് ഞാനിപ്പോൾ ഒരു 2-3 ദിവസത്തേക്കുണ്ട് എനിക്ക്. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന്, ഇപ്പോൾ ഈ ഫ്ലാക്സ് സീഡൊക്കെ ഇടുന്നതുകൊണ്ട് തന്നെ നമുക്കറിയാമല്ലോ നമ്മുടെ മുഖത്തിൻ്റെ ചുളിവൊക്കെ പെട്ടെന്ന് നമുക്ക് ഒരു 3 ദിവസം തന്നെ ഇടുമ്പോൾ നമുക്ക് നമ്മുടെ ചുവക്കൊക്കെ മാറണം, നമുക്കറിയാൻ പറ്റും. നമ്മുടെ പാക്ക് നല്ല കട്ടിയിലിട്ട് കൊടുക്കണം. 3 ദിവസത്തേക്കുള്ള നമ്മൾ ഉണ്ടാക്കി വെക്കുന്നുള്ളൂ. പക്ഷേ അത് പിശുക്ക് കാണിക്കരുത്. നല്ല 3 ദിവസം ഇടാൻ വേണ്ടി അത് സൂക്ഷിച്ച് വെക്കരുത്. ഇത് കറക്റ്റ് നല്ല കട്ടിക്ക് തന്നെ തേച്ച് കൊടുക്കണം. ഫ്ലാക്സ് സീഡിൻ്റെ ജെല്ല് നമ്മൾ ചുളിവിനൊക്കെ മുഖത്ത് പുരട്ടും. അത് നമ്മൾ തിളപ്പിച്ച് ഒക്കെയാണ് നമ്മളത് എടുക്കുന്നത്. ഇത് നമ്മൾ പൊടിച്ച് ഒരുമിച്ച് വെക്കുക. അപ്പോൾ നമുക്ക് എളുപ്പമുണ്ട്. നല്ലതായിട്ട് ഫ്ലാക്സ് സീഡ് നമുക്ക് പൊടിഞ്ഞ് കിട്ടുകയും ചെയ്യും ഇതിലോട്ട്. ഇതൊരു 15 മിനിറ്റ്, അങ്ങേ അറ്റം 15 മിനിറ്റ് നിൽക്കണം കേട്ടോ. 20 മിനിറ്റാണ് നിൽക്കേണ്ടത്. നിങ്ങൾക്ക് പറ്റിയില്ലെങ്കിൽ 15 മിനിറ്റെങ്കിലും നിന്നാലേ നമുക്ക് ഇതിൻ്റെ ഇത് കിട്ടത്തുള്ളൂ. പിന്നെ നന്നായിട്ട് ഫാൻ്റെ ചോട്ടിൽ നിന്ന് ഇത് നന്നായിട്ട് ഉണക്കിയെടുക്കണം. അത് നമ്മുടെ ഈ കഴുത്തേലോട്ടൊക്കെ തേച്ച് കൊടുക്കാം. കഴുത്തിൻ്റെ നമുക്ക് തൂങ്ങിയൊക്കെ ഇരിക്കത്തില്ലേ, അപ്പോൾ ഇത് ഫ്ലാക്സ് സീഡിൻ്റെ ഇതായത് കാരണം നമ്മുടെ കഴുത്തിലോട്ടൊക്കെ തേച്ച് കൊടുക്കണം. അപ്പോൾ ഇത് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് മുഖം നല്ല നിറവും കിട്ടും, നമ്മുടെ ചുളുക്കുമൊക്കെ മാറും. അപ്പോൾ ഒറ്റയടിക്ക് തന്നെ നമുക്ക് 2 ഗുണമാണ് കിട്ടാൻ പോകുന്നത്. ഒന്ന് നമ്മുടെ മുഖം വെളുക്കും, പിന്നെ ചുളുക്കുമൊക്കെ അതും മാറും. എല്ലാ ഭാഗത്തും ആക്കി കൊടുക്കണം കേട്ടോ. പ്രത്യേകിച്ച് നമ്മുടെ ഈ ഭാഗത്തൊക്കെ നല്ലതായിട്ടാക്കി കൊടുക്കണം. ഇവിടെയൊക്കെയാണ് നമുക്ക് ചുളിവ് വരാനായിട്ട് സാധ്യത. പിന്നെ നെറ്റിയിൽ ഞാനൊരു 15 മിനിറ്റ് വെക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് കാണാമേ. അപ്പോൾ ഒരു 15 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ടേ. അപ്പോൾ നമുക്ക് ഇതൊന്ന് വെള്ളം നനച്ചു കൊടുക്കുക. അല്ലെങ്കിൽ പോകാനായിട്ട് പാടായിരിക്കും, അതാണ് നനച്ചു കൊടുക്കാൻ പറഞ്ഞത്. എന്നിട്ട് നമുക്ക് ഒന്നിങ്ങനെ മസാജ് ചെയ്യാം. അപ്പോൾ നമുക്ക് നമ്മുടെ സ്കിൻ നല്ല വെളുക്കുകയും ചെയ്യും. നമ്മുടെ മുഖത്തെ ചുളിവും കാര്യങ്ങളൊക്കെ അതും പോവും.
ഇങ്ങനെ കാണിക്കുക കേട്ടോ. ശരിക്ക് ഈ വശമൊക്കെ നമ്മൾ ഇങ്ങനെ ഒരു മസാജ് കൊടുക്കാം. ഇവിടെ വലിച്ചിട്ടു, അതുപോലെ ഇവിടെ അവിടെയൊക്കെയാണ് നമുക്ക് കൂടുതലായിട്ട് നമ്മുടെ ചുളിവ് വരാനുള്ള സ്ഥലമൊക്കെ അവിടെയാണ്. അപ്പോൾ അവിടെയൊക്കെ നമുക്കൊന്ന് ചുമ്മാ ജസ്റ്റ് ഒരു മസാജ് കൊടുക്കുക. നമ്മുടെ ഈ ലാഫിംഗ് ലൈൻ ഉണ്ടാവില്ല ഇവിടെ, അവിടെ നല്ല ചുളുക്ക് വരാൻ ഇതുണ്ട്. അപ്പോൾ അവിടെയൊക്കെ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് തുടച്ചങ്ങ് എടുക്കാം. അപ്പോൾ ഇത് നമുക്ക് ഡെയിലി ചെയ്ത് കൊടുക്കാം. ഒരു 3 ദിവസത്തേക്ക് നമുക്ക് ഈ പാക്ക് ഉണ്ടാക്കി വെക്കാം. മുഖവും നമ്മുടെ ക്ലിയറാവും, നമ്മുടെ ചുളുക്കും ഒക്കെ അതും മാറും. അപ്പോൾ മുഖത്തിൻ്റെ നമ്മുടെ ചുളുക്ക് മാറാൻ ഏറ്റവും നല്ലത് നമ്മുടെ ഫ്ലാക്സ് സീഡൊക്കെയാണ്, എഗ് വൈറ്റും ഒക്കെയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ചിലവർക്കൊക്കെ എഗ് വൈറ്റിൻ്റെ മുട്ടയൊക്കെ ചിലർക്ക് പിടിക്കത്തില്ല. അപ്പോൾ ഫ്ലാക്സ് സീഡാണെങ്കിൽ നമുക്ക് ഒരു കുഴപ്പവും ഇല്ല. ഒരു ദിവസമൊന്നും മെനക്കെട്ടൊന്ന് നമ്മൾ പൊടിച്ച് വെച്ചാൽ മതി. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഡെയിലി അങ്ങനെ മസാജും കൂടി ചെയ്യുമ്പോൾ നമ്മുടെ മുഖത്തിൻ്റെ ചുവക്കെല്ലാം മാറും. വായിലോട്ടൊക്കെ പോയി. അപ്പോൾ ഇതെല്ലാ ദിവസവും ചെയ്ത് കൊടുക്കണം കേട്ടോ. ഒരു ദിവസം ചെയ്തിട്ട് മടി വിചാരിക്കരുത്. നിങ്ങളുടെ ശരിക്കും ചുളുക്കും ഇതെല്ലാം മാറും. നമ്മൾ കുറച്ചൊന്ന് കഷ്ടപ്പെടണം. എല്ലാം ചെയ്യാൻ ഇഷ്ടമുള്ളൂ, പക്ഷെ മടിയായിട്ട് ഇന്നത്തെ ഒരു കാര്യവുമില്ല. അപ്പോൾ ഇതൊക്കെ വലിയ പാടില്ലാണ്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ കാര്യങ്ങളൊക്കെയാണ്. ഇച്ചിരി ഒന്ന് മെനക്കെട്ടാൽ മതി. അപ്പോൾ മെനക്കെടാനായിട്ട് വേറെ ഇതൊന്നുമില്ല, ഒന്ന് പൊടിച്ച് വെച്ചാൽ ഏറ്റവും എളുപ്പമാണ്. പിന്നെ ബീറ്റ്റൂട്ടിൻ്റെ പൊടിയില്ലാത്തവരാണെങ്കിൽ കുറച്ച് അരച്ച് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. അപ്പോൾ അതും കൂടി പെട്ടെന്ന് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. നമ്മുടെ മുഖവും ക്ലിയറാകും. അപ്പോൾ ഇപ്പോൾ രാവിലെ തന്നെ ചെയ്യണമെന്നില്ല, എപ്പോഴാണ് നമ്മൾ ഫ്രീ ആവണം. അപ്പോൾ അല്ലെങ്കിൽ അടുക്കളയിൽ എന്തെങ്കിലും ജോലിയൊക്കെ ചെയ്തിടങ്ങനെ അപ്പോഴൊക്കെ നമുക്ക് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളട്ടെ ഇന്നത്തെ വിശേഷങ്ങൾ. വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യാൻ പോണേണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്കും കമൻറ്റൊക്കെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നാളെ തന്നെ പുതിയൊരു വീഡിയോ ഇട്ട് കാണാം. താങ്ക് യു.